ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ നട്ട ചേമ്പാണ്. അതിപ്പം ചേമ്പ് കുറച്ച് നട്ടിരുന്നു. അത് മിക്കവാറും പറിച്ചു കഴിഞ്ഞു. അവസാനം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവസാനം നിൽക്കുന്ന ഈ 2-3 ചൂട് ചേമ്പേ ഉള്ളൂ. അതിലൊന്നാണ് ഇപ്പോൾ പറിക്കാൻ പോകുന്നത്. അത് ആദ്യം നമ്മൾ എന്നുവെച്ചാൽ അതിൻ്റെ കൈകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം. ഈ ചേമ്പിൻ്റെ കൈകൾ എന്തെങ്കിലും വിളകളുടെ ചുവട്ടിൽ, കുരുമുളകിൻ്റെ ഒക്കെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ല തണലാവും. ഇതിൻ്റെ ഇല മീനിന് കഴിക്കാൻ കൊടുക്കാം. ഇതിൻ്റെ തണ്ട് തോരൻ വെക്കാം. അങ്ങനെ പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഈ തണ്ട് മുറിച്ച് കഴിഞ്ഞ് ഇനി ഇതൊന്ന് വലിച്ച് പറിക്കാൻ നോക്കാം. കിട്ടുമെന്നറിയില്ല, എന്തായാലും ശ്രമിച്ച് നോക്കാം. കിട്ടുന്നില്ല. അപ്പം കുറച്ച് മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചേമ്പ് നടുന്നത് എങ്ങനെയാണെന്നും അത് പരിപാലിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് മണ്ണ് ഇതിൻ്റെ ചുവട്ടിൽ വളരെ സൂക്ഷിച്ച് വേണം മണ്ണ് നീക്കാൻ. അല്ലെങ്കിൽ ചേമ്പിൻ്റെ വിത്തിന് കിള കൊണ്ടിട്ടത് അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. മേൽമണ്ണ് കുറച്ച് കട്ടിയുള്ള മണ്ണ് കുറച്ചങ്ങ് നീക്കിയാൽ ഇനിയും അത് വലിച്ച് കുറച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കിയാണ്. ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറിച്ച ചേമ്പിൻ്റെ അവസ്ഥ. ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം, ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനിയും ഇതിൻ്റെ മണ്ണിൽ തന്നെ പൊട്ടിയിരുന്നുണ്ടാവും. നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ഇതിൽ മണ്ണിൽ പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതിനെ നീളം വെച്ച കാരണം അതിൻ്റെ അടിഭാഗം ലേശം വണ്ണം കുറവാണ്. മുകളിലേക്ക് നല്ല വണ്ണമുണ്ട്. ഇത് കൈയിട്ട് മാന്തുമ്പോൾ ശ്രദ്ധിക്കണം, തേള് പഴുതാരയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് തൂമ്പ കൊണ്ട് ഒന്നിലൊന്ന് മാന്തി നോക്കാം. ഇനിയും കിട്ടിയിട്ടുണ്ട്. വണ്ണം കുറവാണ്, കുറച്ച് നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. വീണ്ടും കിട്ടിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം ഇത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോവും. ഇത് നമുക്ക് അധികം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. പിന്നെ പൊട്ടിപ്പോയി, അടിയിലേക്ക് പോയ ഭാഗമാണ് അത്. അടിയിലേക്ക് അധികം പോയില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ 1-2 കിഴങ്ങ് അടിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതാണിത്. ഇപ്പോൾ ഏകദേശം എല്ലാം തീർന്നാണ് തോന്നുന്നത്. ഇനിയൊന്നും ബാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ വിത്ത് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കട ഉണ്ട്. പഴുതാര ഉണ്ടെന്ന് പറയുന്നത് ആ പഴുതാര, ഇതാണ് പഴുതാര. നിങ്ങളുടെ ഭാഷയിൽ എന്ത് പറയുമെന്ന് അറിയില്ല, പല നാട്ടിലും പല പേരാണ് പറയുന്നത്. നമ്മളിവിടെ പറയുന്ന പേര് പഴുതാര എന്നാണ്. ചിലയിടത്ത് കരിങ്കണ്ണി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നടുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലം ഈ കട ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരല്പം മണ്ണിട്ട് മൂടിയാണ്.
അധികം വെയിലും കഴിക്കാൻ വേണ്ടിയിട്ട് അല്പം മണ്ണിട്ട് മൂടി അങ്ങനെ വിട്ടാൽ ഇനി ഇത് നടാറാകുമ്പോഴത്തേക്കും എടുത്താൽ മതിയാവും. നമുക്ക് കിട്ടിയ ചേമ്പിൻ്റെ വിത്തുകൾ ഒന്നും കൂടെ ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 വിത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാമാന്യം നല്ല വലിപ്പമുള്ള വിത്തുകളാണ്. ഏകദേശം ഒരു 4 കിലോയോളം 5 കിലോയോളം വിത്തുകളുണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും ഈ അടുത്ത കൃഷി വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.